വാം 2 എന്നുള്ളത് ഇന്ത്യൻ റെയിൽവേ ഉപയോഗിച്ചിരുന്ന 25 കിലോവോൾട്ട് AC ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളുടെ ഒരു വിഭാഗമാണ്. വാം 2 എന്ന പേര് ഈ ലോക്കോമോട്ടീവിനെ സൂചിപ്പിക്കുന്ന ഒരു ചുരുക്കപ്പേരാണ്. ഈ ലോക്കോമോട്ടീവുകൾ 1960കളിൽ ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. കൂടാതെ മിത്സുബിഷി, ഹിറ്റാച്ചി, തോഷിബ എന്നിവയുടെ ഒരു കൺസോർഷ്യം ചേർന്നാണ് ഇവ നിർമ്മിച്ചത്. ഇവയ്ക്ക് ബോബോ വീൽ അറേഞ്ച്മെന്റ് ഉണ്ടായിരുന്നു. ഓരോ ബോഗിക്കും 4 ചക്രങ്ങൾ, 4 ട്രാക്ഷൻ മോട്ടോറുകളുമുണ്ടായിരുന്നു. യൂറോപ്യൻ നിർമ്മിത വാം 1നോട് വാം 2ന് സാമ്യമുണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ അല്പം ശക്തി കുറവായിരുന്നു. തുടക്കത്തിൽ ഇഗ്നിട്രോൺ റെക്ടിഫയറുകൾ ഘടിപ്പിച്ചിരുന്നു. പിന്നീട് ചില യൂണിറ്റുകളിൽ എക്സിട്രോൺ റെക്ടിഫയറുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ AC വൈദ്യുതീകരിച്ച പ്രദേശങ്ങളിൽ യാത്രക്കാരെയും ചരക്കുകളെയും കൊണ്ടുപോകുന്ന തീവണ്ടികൾക്കായി വാം 2 ലോക്കോമോട്ടീവുകൾ ഉപയോഗിച്ചിരുന്നു. ഇതിന് ഏകദേശം മണിക്കൂറിൽ 112 കിലോമീറ്റർ വേഗതയുണ്ടായിരുന്നു. പിന്നീട് റിസർച്ച് ഡിസൈൻസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷൻ (RDSO) ഇത് മണിക്കൂറിൽ 120 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചു. ഇതിൽ ചില ലോക്കോമോട്ടീവുകൾ നവീകരിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവയെ വാം 3 ക്ലാസായി തരംതിരിച്ചു. ഇപ്പോൾ വാം-2/3 ക്ലാസ് ലോക്കോമോട്ടീവുകൾ സർവീസ്